ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂസ്റ്റി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തേം പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസം വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മോർണിംഗ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നാസ്ഡാക്കിൻ്റെ കുറച്ച് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഇന്ന് മുതൽ ഡെയിലി വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലാസ്റ്റ് ദിവസങ്ങളിലൊരു സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മേജർ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഗോൾഡിൽ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലാണെന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെല്ലിലേക്ക് എൻട്രീസ് നോക്കാനായിട്ട് പറ്റുന്ന ലെവൽസ് കൂടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫസ്റ്റത്തെ ഈ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം എന്താണ് ഗോൾഡിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റത്തെ മേജർ ഇൻഡ്യൂസ്മെൻറ്റിൽ ഒരു സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും, കാരണം ഗോൾഡിൽ മേജർ ട്രെൻഡ് സെല്ലാണ്. ഓക്കെ അല്ലേ. ഇനി ഇതിന് ശേഷമുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് രണ്ടാമതായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലെ കൺഫർമേഷൻ കിട്ടിയില്ല എന്നാണെങ്കിൽ പിന്നീട് സെല്ല് നോക്കാനായിട്ട് ഈ ഒരു പ്രീമിയത്തിൽ സെൽ സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് രണ്ടും മേജർ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം കുറച്ച് മുകളിലൊക്കെ പോയതിന് ശേഷമാണ് 50 മില്ലി ഇതുപോലെ തന്നെ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിലേക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഈ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് വീണ്ടും സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം ഒരു മൈനർ ട്രെൻഡ് കൺഫേം ആവുന്നതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകൾ നമുക്ക് സെല്ലിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. മേജർ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ മുകളിലെ ഒരു സെല്ലിംഗ് സോണിൽ നിന്ന് നമുക്ക് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. ഇനി മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിലാണ് ഇതിനൊക്കെ ഈ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ എൻട്രി നോക്കാം. പിന്നെ അതിൽ ഒരു ട്രെൻഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോയിലാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെ മാർക്കറ്റ് ലോയിലാണ് നിൽക്കുന്നത്. ഇതിന് ശേഷം എന്താണ് ചെറിയൊരു 50 മില്ലി ഇതുപോലെ ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലോയിൽ വെച്ച് കൺഫർമേഷൻ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ തൊട്ട് മുന്നേ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടായിരുന്നു, കൗണ്ടർ എന്ന രീതിയിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇവിടുന്ന് കൺഫർമേഷനോ കാര്യങ്ങളൊന്നും തരാതെ വീണ്ടും സെല്ലിലേക്ക് തന്നെയാണ് വന്നത്. ഇതിന് ശേഷം എന്താണ് ഇവിടുന്ന് ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വന്നു, 50 മില്ലി ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. അതിൽ നമുക്ക് കൺഫർമേഷൻ ഉണ്ടെന്നാണെങ്കിൽ ബൈയിലേക്ക് ഒരു ട്രേഡ് നോക്കുന്നതിന് കുഴപ്പമില്ല. ടാർഗറ്റ് എന്ന് പറയുന്നത് സെല്ലിൽ ഏതായാലും ലിക്വിഡിറ്റി എടുക്കുന്നവരായിരിക്കും നമ്മൾ പിന്നെ ഇവിടുന്ന് ബൈ കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ. സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈയോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ നോക്കാനായിട്ട് പറ്റില്ല. ഇതൊരു കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗോൾഡിൽ ഈ സാധ്യതകളാണ് വരുന്നത്. പിന്നെ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വന്ന ടൈമായിട്ടുള്ളൂ. അപ്പോൾ നല്ല നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നോക്കിയാൽ അത്ര അഗ്രസീവായി നോക്കണമെന്നില്ല. ഇനി അതേപോലെ തന്നെ നമുക്ക് യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. യൂറോ യൂസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു ലാസ്റ്റ് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടുത്തെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം എന്താണ് മാർക്കറ്റ് ആ ഒരു മൈനർ ട്രെൻഡിനുള്ളിൽ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമുള്ള മൈനർ ട്രെൻഡ് ആ രീതിയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മളെ ലാസ്റ്റ് ദിവസം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ മേജർ ട്രെൻഡിലെ ബൈയിങ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് എന്താണ് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നൊരു ട്രേഡ് നോക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നീട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലോയിനൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രേഡുകൾ എങ്ങനെ നോക്കാമെന്നുള്ളതും പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബൈ ആണ്, മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സെല്ലിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിന് ശേഷം മാർക്കറ്റ് ബൈയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് വന്നതിന് ശേഷം എന്താണ് ഈ മൈനർ ചോയ്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് പിന്നെ ട്രെൻഡ് റിവേഴ്സിൽ മാർക്കറ്റ് ബൈയിലേക്ക് പോകാൻ സാധ്യതകൾ കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഒരു മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്ത ബൈയിങ് സോണിൽ നിന്നൊക്കെ നമുക്ക് അഗ്രസീവായിട്ട് തന്നെ ബൈയിലേക്ക് നോക്കാം. അത് കുറച്ചും കൂടെ സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇവിടുന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഒരു എൻട്രി നോക്കുകയാണെങ്കിലും എന്താണ് ഈ ബൈയിങ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തു. ഇതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രീമിയത്തിൽ നിന്നാണ് ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. പ്രീമിയത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻട്രി കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റിയ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്നൊക്കെ എൻട്രി എടുക്കുകയാണെങ്കിൽ സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റിയ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റ് ഓർഡർ ബ്ലോക്കിലും കൂടെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നമുക്കെന്താണ് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കിയിട്ട് ഈ മേജർ ലോവിന് താഴെയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഓർഡർ ബ്ലോക്കിന് താഴെയോ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ. കുറച്ചും കൂടെ സാധ്യത ഞാൻ പറഞ്ഞാൽ ഇതാണ് 1 മില്യൺ കൺഫർമേഷനായിട്ട് വന്നത്. ഓക്കെ അല്ലേ. ഇതാണ് 1 മില്യൺ കൺഫർമേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന് താഴെയോ അല്ലെങ്കിൽ ഇതിന് താഴെയൊക്കെയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ചും കൂടെ സേഫായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു എൻട്രി നോക്കുന്നതിനും കുഴപ്പമില്ല.
ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ ഫസ്റ്റത്തെ ഒരു എൻട്രിക്ക് സാധ്യതയുള്ളത് കേട്ടോ. ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഒരു ഹൈയോ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ തൊട്ട് മുകളിലുള്ള ഹൈയോ കൊടുക്കാനായിട്ട് പറ്റും. കാരണം മൈനർ ട്രെൻഡ് ഇപ്പോഴും സെല്ലിലേക്ക് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവിടുന്ന് മാർക്കറ്റ് ബൈയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യണം, എന്നാലൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ബൈയിലേക്ക് അഗ്രസീവായിട്ട് നോക്കി പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് കുറച്ചും കൂടെ പ്രീമിയത്തിലേക്ക് നോക്കുന്നത്, ബൈയേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ. ആ ലോജിക്കലി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ട്രേഡുകൾ നോക്കാമെന്നേ ഇപ്പോൾ യൂറോ USDയിലുള്ളൂ കേട്ടോ. ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സേഫായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ട് പ്രൈസ് വന്നതിന് ശേഷം എൻട്രി നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു സാധ്യത യൂറോ USDയിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ നിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിഫ്റ്റിയിൽ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് കണ്ടീഷൻ കുറച്ച് മോശമാണ്. ക്യാൻഡിൽസൊന്നും അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റുന്ന ഇന്നത്തെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഒന്ന് നമുക്ക് ഈ ഒരു 50 മില്ലിലെ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് അതിന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ലാസ്റ്റ് ദിവസത്തെ ഈ ഒരു ഹൈയൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് വരും. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അതേപോലെ തന്നെ തൊട്ട് മുകളിലെയും നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ തന്നെ കാണാനായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്താണ് ഈ ഒരു ഹൈയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ സെല്ലിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ബൈയിലേക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മാർക്ക് ചെയ്യാനായിട്ട് അത്ര നല്ല ലിക്വിഡിറ്റി ഒന്നുമില്ല. ഈ ഒരു ലോയൊക്കെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി കിട്ടുള്ളൂ കേട്ടോ. തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ര ബൈയിലേക്ക് അത്രത്തോളം അഗ്രസീവായിട്ടും നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. സെല്ലിലേക്ക് നോക്കാനാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് ഈ ഒരു ലിക്വിഡിറ്റിക്ക് എടുക്കുകയാണെങ്കിൽ കേട്ടോ. ബാക്കിയുള്ള എല്ലാം സെയിം ഡേയിലെ 5 മില്യൺ ട്രെൻഡ് അനുസരിച്ച് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു സാധ്യതയെ നിഫ്റ്റിയിലും കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിനായിട്ടിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.